പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ SFI പോസ്റ്റർ ഒട്ടിച്ചതിന് ബദലായി ക്ലിഫ് ഹൗസിൽ പോസ്റ്റർ ഒട്ടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. CPM കോഴി ഫാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററൊക്കെ പിടിച്ചിട്ടാണ് അങ്ങോട്ട് എത്തുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു പറഞ്ഞ് DGP കത്ത് നൽകുന്നൊക്കെ പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നതിന് പിന്നാലെയാണ് ആ പോസ്റ്ററിന് ബദൽ പോസ്റ്ററുമായി ഇവിടെ ക്ലിഫ് ഹൗസിലെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിൽക്കുന്ന അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. സലീം, അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റർ യുദ്ധമാണോ? കാശ്മീർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ മുഖം രക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ കൗണ്ടർ അറ്റാക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഈ ചർച്ചകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാനിപ്പിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം ഔദ്യോഗികമായി തീരുമാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തെരുവിലേക്ക് ഇറങ്ങി യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ കൂടി തുടങ്ങുന്നത്. അത് കോൺഗ്രസിന്റെ തന്നെ നേതാക്കളുടെ കൂടി തന്നെ അനുവാദത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കൂടി കടക്കുന്നത്. അതൊരു കൗണ്ടർ അറ്റാക്ക് എന്ന നിലയിലാണ്. കഴിഞ്ഞ ദിവസമാണ് SFI പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററുകൾ പതിച്ചത്. അതിനു പിന്നാലെയാണ് ക്ലിഫ് ഹൗസിലേക്ക് പോസ്റ്റർ പതിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി കുറച്ച് പ്രവർത്തകരെത്തി പോസ്റ്റർ പതിക്കാനായിരുന്നു ആദ്യം തീരുമാനം. എന്നിട്ട് പിന്നീടാണ് അത് ഇപ്പോൾ മാർച്ച് എന്ന നിലയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ചെയ്യുന്നത് ക്ലിഫ് ഹൗസ് എന്നുള്ള ഒരു സൂചനാ ബോർഡിൽ ഉൾപ്പെടെ കോഴി ഫാം എന്ന പോസ്റ്റർ പതിക്കുകയാണ്. ഇങ്ങനെ പോസ്റ്ററുകളും ബാനറുകളും ഫ്ലക്സ് ബോർഡുകളും ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർ സംയുക്തമായാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഒരു വലിയ പ്രതിഷേധം എന്ന നിലയിൽ തിരികെ പ്രതിരോധം എന്ന നിലയിൽ കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. ഈ ക്ലിഫ് ഹൗസ് എന്ന ബോർഡ് പൂർണ്ണമായും കോഴി ഫാം എന്ന നിലയിൽ പിണറായി വിജയനെയും ഒപ്പം തന്നെ മുകേഷ്, ഗണേഷ് കുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, AK ശശീന്ദ്രൻ, തോമസ് ഐസക്, P ശശി തുടങ്ങിയവരുടെ ചിത്രങ്ങൾ പതിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ് ഇപ്പോൾ പതിച്ചിരിക്കുന്നത്. അത് വ്യാപകമായി തന്നെ ഈ പ്രദേശത്ത് മുഴുവനായും ഈ പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധത്തിനിടയിൽ അതൊരു സുരക്ഷാ വീഴ്ച എന്ന നിലയിലേക്ക് മാറി എന്നുള്ളൊരു പരാതി പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതി ഉൾപ്പെടെ നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് കൂടി മാർച്ച് സംഘടിപ്പിക്കുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് അതൊരു ആദ്യഘട്ടത്തിൽ വെറും പോസ്റ്ററുകൾ പതിച്ചാൽ മാത്രം മതി എന്നതായിരുന്നു നിലയെങ്കിൽ പിന്നീട് അത് ഒരു മാർച്ച് എന്ന നിലയിലേക്ക് തന്നെ തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.